ഐഡിയസ് നാളെ ജൂലൈ 9 ബുധനാഴ്ച ദേശീയ പണിമുടക്കാണ്. കേരളത്തിലെ സ്കൂളുകൾക്ക് നാളെ പ്രവൃത്തി ദിവസമാണോ, നാളെ സ്കൂളുകൾ വർക്ക് ചെയ്യുമോ എന്ന ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഇതാ കോളേജ് ഭാഗത്ത് വന്നിരിക്കുന്ന മാറ്റമാണ്. നാളെ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കോളേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷകൾ മാറ്റിവെച്ചു. അവരതിനോട് എന്താ പറയുക, സഹകരിക്കുക എന്നുള്ളതല്ല, ഒരു പരീക്ഷയായതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. പക്ഷേ ക്ലാസ്സുകളൊന്നും മാറ്റിവെച്ചിട്ടില്ല, പരീക്ഷകൾ മാത്രമാണ് മാറ്റിവെച്ചത്. ഓക്കെ, രണ്ടാമതായിട്ട് ബസ്സുകൾ നാളെ നിരത്തിലിറക്കില്ല, ഗതാഗത മന്ത്രിയെ തള്ളി KSRTC യൂണിയനുകൾ എന്ന വാർത്തയും ഇതിനകം വന്നു കഴിഞ്ഞതാണ്. അതായത് ഗതാഗത വകുപ്പ് മന്ത്രി KSRTC ഓടുമെന്ന് പറയുന്നു, എന്നാൽ KSRTC യൂണിയനുകൾ നാളെ ഓടില്ല എന്ന് പറയുന്നു. തൊട്ടടുത്ത ന്യൂസ് വരുന്നു, KSRTC യൂണിയനുകൾ ഓടാതിരുന്നാൽ, അല്ലെ KSRTC ബസ് ഓടാതിരുന്നാൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് അവരുടെ സാലറി കട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികളും നേതാക്കളും തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് ഈ പണിമുടക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ ചർച്ചാ വിഷയമല്ല. നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഈ ഒരു പണിമുടക്ക് സ്കൂളിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് വന്ന് നോക്കിക്കേ, പണിമുടക്കിനെ കേരളത്തിൽ ബന്ദാക്കി മാറ്റിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളും നിരത്തിൽ ഇറക്കരുതെന്ന് CITU പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇടതുപക്ഷ സംഘടനയടക്കം ഇതിനെ അനുകൂലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഏതാനും മിനിറ്റുകളായി പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നുണ്ട്, 8-ന് അർദ്ധരാത്രി മുതൽ, അതായത് ഇന്ന് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ 9-ന് അർദ്ധരാത്രി വരെ നടക്കുന്ന പണിമുടക്കിൽ ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇത്രയും ശക്തമായ രീതിയിൽ ഒരു ദേശീയ പണിമുടക്ക് നടത്തപ്പെടുമ്പോൾ കേരളത്തിൽ സ്കൂളുകൾ പ്രവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാം. സ്കൂളുകൾ നാളെ തുറക്കും, അതിൽ യാതൊരുവിധ മാറ്റവും. കോളേജുകളും നാളെ തുറക്കും, കാരണം അതിൻ്റെ പ്രധാന അധ്യാപകർക്ക് അത് തുറന്നേ പറ്റുള്ളൂ. എന്നാൽ സ്കൂളിലേക്കും കോളേജുകളിലേക്കും കുട്ടികൾക്ക് എത്താൻ കഴിയില്ല, കാരണം ഗതാഗതം അവരെ സഹായിക്കപ്പെടുന്നില്ല. 2 പ്രധാന അധ്യാപകർ മാത്രമല്ലല്ലോ, മറ്റെല്ലാ സ്റ്റാഫുകൾക്കും, ഇപ്പോൾ നിങ്ങളുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആവട്ടെ, ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആവട്ടെ, ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആകട്ടെ, ചെറിയ കുട്ടികളാവട്ടെ, ഇപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബസ് ഓടില്ല, കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ചില അധ്യാപകർക്കും സ്കൂളിലേക്കും കോളേജിലേക്കും എത്താൻ പ്രയാസകരമായിരിക്കും. ആ സാഹചര്യത്തിൽ നാളെ ഒരു ബന്ദായി മാറ്റേണ്ടി വരും. അപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കും, അറ്റൻഡൻസ് എടുക്കും, ആബ്സെൻ്റ് ആയവരെ ആബ്സെൻ്റ് മാർക്ക് ചെയ്യും. ഇതാണ് നാളത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും അൺഎയ്ഡഡ് ഒക്കെ ആയിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നാളത്തെ ക്ലാസ്സൊക്കെ സൂം മീറ്റിംഗ് വഴിയൊക്കെ ആക്കാം, അതും പറയാൻ പറ്റൂല. എന്തായാലും നിങ്ങളുടെ സ്കൂളുകളിലെ ക്ലാസ് ഗ്രൂപ്പുകളിൽ എന്താണ് ടീച്ചർ ഒഫീഷ്യലി പറഞ്ഞത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നാളെ സ്കൂളുകൾ പ്രവർത്തിക്കും, കോളേജുകൾ പ്രവർത്തിക്കും, യാതൊരു മാറ്റവുമില്ല. കാരണം ഇത് അവധി എന്ന് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ഈ സമരത്തെ അനുകൂലിക്കുന്നതിന് തുല്യമാകും. അതൊരിക്കലും സ്റ്റേറ്റ് സർക്കാർ അത്തരം ഒരു തീരുമാനമെടുക്കില്ല. തീരുമാനം ഇൻഡിവിജ്വലാണ്. ഓരോ സ്കൂളിനും കോളേജിനെയും ഡിപ്പെൻഡ് ചെയ്ത് അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് ലീവ് കിട്ടുക. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ലീവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പോൾ ഇതാ എൻ്റെ ഒരു സുഹൃത്ത് BEdന് പഠിക്കുകയാണ്, അദ്ദേഹത്തിന് മെസ്സേജ് വന്നത് നാളെ മാൻഡറ്ററി ആണ്, നാളെ നിർബന്ധമായിട്ടും വന്നിരിക്കണം, നാളെ വരാതിരുന്നവരെ ഒരു ടീച്ചറായിട്ട് കൺസിഡർ ചെയ്യില്ല എന്നുള്ള മെസ്സേജൊക്കെ രീതിയിലാണ് കോളേജ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. കാരണം നാളെ എന്താണ്, ദേശീയ പണിമുടക്കാണ്, പക്ഷേ എത്തട്ടെ എന്ന രീതിയിലൊക്കെയാണ് മെസ്സേജുകൾ വരുന്നത്. എന്തായാലും സ്കൂൾ ബസ് ഓടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ ക്ലാസ് ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. നിങ്ങളുടെ സ്കൂൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.